അഹല്യാമോക്ഷം. ബ്രഹ്മാവ് പ്രപഞ്ചത്തെയും മനുഷ്യരെയുമെല്ലാം സൃഷ്ടിച്ചു. അവർക്ക് വ്യത്യസ്തങ്ങളായ രൂപങ്ങളും നിറങ്ങളും നൽകി. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അതിനാൽ സർവ്വഗുണഗണങ്ങളുമായി ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. "മകളെ, അടുത്തു വരൂ. യാതൊരു കുറവുമില്ല. അതിനാൽ ഇവളെ അഹല്യ എന്ന് വിളിക്കാം." അഹല്യ വളർന്നു. ദേവകന്യകമാർ അവൾക്ക് തോഴിമാരായി. താമര പോലുള്ള നൗകയിൽ കയറി അവൾ സഖിമാരോടൊത്ത് സഞ്ചരിക്കുക പതിവായിരുന്നു. അവളുടെ സൗന്ദര്യം 3 ലോകങ്ങളിലും അറിയപ്പെട്ടു. ഒരു ദിവസം ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്തെത്തി. "ദേവാ, അഹല്യയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം." "ഇന്ദ്ര, പ്രപഞ്ചത്തിലെ അതിശക്തന്മാർ പോലും അതാഗ്രഹിക്കുന്നുണ്ട്." "ഹും, എന്താ ഞാൻ ശക്തനല്ലെന്നുണ്ടോ? പറയൂ." "ഇന്ദ്ര, ഈ ആഗ്രഹം നന്ന്. പക്ഷേ സമയമാവട്ടെ." സന്തോഷത്തോടെ ഇന്ദ്രൻ മടങ്ങിപ്പോയി. പക്ഷേ അഹല്യയെ സ്വന്തമാക്കാൻ പലരും ആഗ്രഹിക്കുന്നു. ഞാൻ ആരെയാണ് ഒഴിവാക്കുക? എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ. അതെ, ഒരു സ്വയംവരം നടത്തുക മാത്രമേ മാർഗമുള്ളൂ. അഹല്യയുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. അഹല്യയുടെ സ്വയംവരത്തിൽ പങ്കുകൊള്ളാൻ സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ നിരവധി ദേവന്മാർ എത്തിച്ചേർന്നു. കൂടാതെ അസുരന്മാരും ശക്തരായ മാമുനിമാരും. "വന്ദ്യരെ, പരാക്രമശാലികളെ, സ്വാഗതം. ഈ സ്വയംവരത്തിൽ വിജയിക്കുന്നയാളിനെ എൻ്റെ മകൾ അഹല്യ തന്നെ മാല ചാർത്തും." അഹല്യ സ്വയംവര മണ്ഡപത്തിലേക്ക് കടന്നു വന്നപ്പോൾ, "ഹോ, എത്ര സുന്ദരി! ബ്രഹ്മാവിൻ്റെ ഏറ്റവും പൂർണ്ണതയുള്ള സൃഷ്ടി ഇവളാണ്. ആർക്കാവും ആ ഭാഗ്യം?" എന്നാൽ അഹല്യയുടെ നോട്ടം ആ താപസനിലാണ്. എന്നെ ഇവൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഛേ, അപമാനകരം. ഇന്ദ്രൻ കോപാകുലനായി. "ബ്രഹ്മദേവ, ഉടനടി ഈ സ്വയംവരം അവസാനിപ്പിക്കണം." "ങ്ങേ, എന്തിന്? മഹാശക്തിമാനായ നാമാണ് അഹല്യയുടെ ഭർത്താവാകാൻ യോഗ്യൻ." സൂര്യദേവൻ ചാടി എഴുന്നേറ്റു. "ഇന്ദ്രൻ പറഞ്ഞതാണു സത്യം. അതനുസരിച്ചില്ലെങ്കിൽ നാം ഈ സ്വയംവരം തടയും." "ങ്ങാ. ഇന്ദ്ര, നിങ്ങൾ എന്നെ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന സർവരെയും അപമാനിച്ചിരിക്കുകയാണ്. എങ്കിൽ ഏതെങ്കിലും മത്സരം നടത്തൂ. അതെ, അർഹത ഞങ്ങൾ തെളിയിക്കാം." "ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ആരാണോ ആദ്യം ഭൂമിയെ ചുറ്റി വരുന്നത് അയാൾക്ക് ഞാൻ എൻ്റെ പുത്രിയെ നൽകും." എല്ലാവരും ചാടി എഴുന്നേറ്റ് പുറപ്പെട്ടു. അവർക്കൊപ്പം ഇന്ദ്രനും. "ദേവാ, നോക്കിക്കൊള്ളൂ. ഞാൻ തന്നെയാവും വിജയി." ചിറകുകളുള്ള തൻ്റെ തേരിൽ ഇന്ദ്രനും 7 കുതിരകളെ പൂട്ടിയ തേരിൽ സൂര്യനും മാനുകൾ വലിക്കുന്ന തേരിൽ ചന്ദ്രനും കയറി. വായുദേവൻ പരുന്തുകൾ വലിക്കുന്ന തേരിലും. അസുരന്മാർ തങ്ങളുടെ മായശക്തിയിൽ വിശ്വാസമുള്ളവരായിരുന്നു. മാമുനിമാർ തപശക്തിയുടെ ബലത്തിൽ സഞ്ചരിച്ചു. മത്സരയാത്ര ആരംഭിച്ചു. സൂര്യനായിരുന്നു ഏറ്റവും മുന്നിൽ. എന്നാൽ വൈകാതെ ചന്ദ്രൻ സൂര്യന്റെ മുന്നിലെത്തി. ചന്ദ്രന്റെ മുന്നിലെത്തിയ വായുവിന്റെ പരുന്തുകൾ ക്രീ. "എന്ത്? ഞാനിപ്പോൾ ഏറ്റവും പിന്നിലായിരിക്കുന്നു." ഇന്ദ്രൻ പരമാവധി വേഗത്തിൽ തന്റെ തേരോടിച്ചു. പെട്ടെന്ന് ഇടിവെട്ടി. കുതിരകളും മാനുകളും വിരണ്ടുപോയി. ആ സമയം ഇന്ദ്രൻ ഒന്നാമതെത്തി. അപ്പോൾ വരുണൻ, "ഹും, ഈ തിരമാലകൾ കടന്ന് ഇവരെന്റെ മുന്നിലെത്തുന്നത് കാണട്ടെ." ഇന്ദ്രൻ ഇടിവാളുകൊണ്ട് തിരമാലകളെ തകർത്ത് മുന്നേറി. മത്സരം കടുത്തു. ആരുമാരും വിട്ടുകൊടുത്തില്ല. ഇന്ദ്രൻ എല്ലാവരെയും പിന്നിലാക്കി മുന്നേറി. "ഹഹാ, നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല." ഒടുവിൽ, "ദേവാ, ഞാൻ വിജയിച്ചിരിക്കുന്നു. അവിടുന്ന് വാക്കുപാലിച്ചാലും." "ദേവരാജാവേ, താങ്കൾ വരുവാൻ വൈകി. അഹല്യ ഗൗതമ മുനിയെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു." "അതെ, ജ്ഞാനിയും യോഗിയുമായ ഗൗതമൻ താങ്കളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു." "ങ്ങേ, അസാധ്യം. ഗൗതമൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല. പിന്നെങ്ങനെ?" "സത്യമാണ്.
പക്ഷേ ഒരു പശുവിനെയും പശുക്കുട്ടിയെയും അദ്ദേഹം പ്രദക്ഷിണം വെച്ചു. ശാസ്ത്രമനുസരിച്ച് ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യമാണത്. കോപത്തോടെ ഇന്ദ്രൻ മടങ്ങിപ്പോയി. ഗൗതമൻ എന്നെ ചതിച്ചിരിക്കുന്നു. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. മറ്റുള്ളവരെല്ലാം ഗൗതമനെയും അഹല്യയെയും ആശീർവദിച്ചു. ദീർഘസുമംഗലീ ഭവ. ഞങ്ങളെ അനുഗ്രഹിച്ചാലും പിതാവേ. മകളെ, ഗൗതമനെ നീ അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് സേവിക്കുക. അഹല്യയും ഗൗതമനും ബ്രഹ്മഗിരിയിലുള്ള നിർമ്മലമായ ആശ്രമത്തിൽ. പ്രിയേ, ദേവലോകത്തെ സുഖസൗകര്യങ്ങളൊന്നും ഇവിടെയുണ്ടാവില്ല. അങ്ങയുടെ പത്നിയാവാൻ സാധിച്ചതുതന്നെ ഈയുള്ളവളുടെ ഭാഗ്യം. നാളുകൾ കഴിഞ്ഞുപോയി. അഹല്യേ, പിതാവിനെ പിരിഞ്ഞിരിക്കുന്നതിൽ നിനക്ക് ദുഃഖം തോന്നുന്നുണ്ടോ? നാഥ, അങ്ങയുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറക്കുന്നു. ഒരു ദിവസം ഗൗതമൻ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരില പറന്നുവന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തു വീണു. അഹല്യ ആ ഇല എടുത്തു മാറ്റിയപ്പോൾ, നാഥ, ഉറങ്ങിക്കോളൂ, അവിടുന്ന് വളരെ ക്ഷീണിതനാണ്. എന്നെ ശുശ്രൂഷിച്ച് നീ മടുത്തിട്ടുണ്ടാവും അല്ലേ? വരൂ, നമുക്ക് പുറത്തേക്കു പോകാം. അവർ പുറത്തിറങ്ങി. അപ്പോൾ, മാമുനെ, ഞാനൊരു കടത്തുകാരനാണ്. അങ്ങേക്കെൻ്റെ വന്ദനം. പറയൂ, എന്തിനു വന്നു? അവിടുന്ന് എൻ്റെ വഞ്ചിയിൽ കയറിയാൽ ഈയുള്ളവൻ കൂടുതൽ ഭാഗ്യവാനാവും. നമുക്കതിൽ സന്തോഷമേയുള്ളൂ. എങ്കിൽ എന്നോടൊപ്പം വന്നാലും. മനോഹരമായ വഞ്ചി കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഈ വഞ്ചി നിർമ്മിച്ചതാരാണ്? ഞാൻ തന്നെയാണ് മഹർഷി. എനിക്കുമുണ്ടായിരുന്നു അതേപോലെ തന്നെയുള്ള ഒരു നൗക. അതെയോ? താങ്കൾ കടത്തുകാരൻ മാത്രമല്ല, ഒരു കലാകാരൻ കൂടിയാണ്. അവർ വഞ്ചിയിൽ കയറി. അഹല്യ സന്തോഷവതിയായി. എത്ര മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ! പിന്നീട്, വഞ്ചി ആ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. എനിക്ക് സന്ധ്യാവന്ദനത്തിന് സമയമായി. അങ്ങയുടെ ആഗ്രഹം പോലെ. അഹല്യേ, ഞാൻ മടങ്ങി വരുവോളം നീ വഞ്ചിയിൽ തന്നെ ഇരുന്നു കൊള്ളൂ. മുനി സന്ധ്യാവന്ദനം തുടങ്ങി. തണുത്ത കാറ്റ് അറിയാതെ അഹല്യ മയങ്ങിപ്പോയി. ഹ ഹ ഹ ഹ ഹ ഹ. അഹല്യേ, ഇനി ഉണർന്നുകൊള്ളൂ. ഞാൻ എവിടെയാണ്? വേറെ എവിടെ? നീ ഇന്ദ്രന്റെ പൂങ്കാവനത്തിലാണ്. ഇന്ദ്ര, കൈവിട്. ഭയപ്പെടേണ്ട അഹല്യേ, എന്നോടൊപ്പം വരൂ. ദേവലോകത്ത് നിനക്ക് സുഖമായി താമസിക്കാം. ഇന്ദ്ര, സൂക്ഷിച്ചോളൂ. ഞാൻ ഗൗതമ മുനിയുടെ ഭാര്യയാണ്. വേണമെങ്കിൽ എനിക്കു നിന്നെ ഇപ്പോൾ ശിക്ഷിക്കാം. അഹല്യ നൗകയിൽ കാലിൻ്റെ പെരുവിരൽ കൊണ്ടമർത്തി. കടത്തുകാരനായി മാറി ഉടൻ തന്നെ എന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തെത്തിക്കൂ. ഭയന്ന ഇന്ദ്രൻ അനുസരിച്ചു. മുനിശ്രേഷ്ഠ, അടിയൻ വിടകൊള്ളട്ടെ. ഹും, ദുഷ്ടൻ കപടവേഷം ധരിച്ച് വന്നിരിക്കുന്നു. രാത്രി. അഹല്യയും ഗൗതമനും ഗാഢനിദ്രയിലായിരുന്നു. പക്ഷേ എങ്ങനെയും അഹല്യയെ സ്വന്തമാക്കണം. എന്നിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. ഇന്ദ്രൻ പൂവൻ കോഴിയായി രൂപം മാറി. കൊക്കരക്കോ ഖോ. ഹോ, ഉറങ്ങിപ്പോയി. സരസ്വതീയാമമായതറിഞ്ഞില്ല. നാഥ, ക്ഷമിച്ചാലും ഞാൻ അങ്ങയേക്കാൾ മുമ്പേ ഉണരേണ്ടതായിരുന്നു. നീ സ്വൽപ്പം കൂടി മയങ്ങിക്കോളൂ. ഞാൻ പ്രഭാതവന്ദനം കഴിഞ്ഞു വരാം. ഇനി എല്ലാം എളുപ്പം. ഇന്ദ്രൻ ഗൗതമന്റെ വേഷം ധരിച്ചു. അഹല്യ രാവിലത്തെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അഹല്യേ, അഹല്യേ, ആരാണ്? എൻ്റെ നാഥനോ? അവിടുന്ന് ഇത്രയും പെട്ടെന്ന് മടങ്ങിയെത്തിയോ? പ്രിയേ, പുലരുവാൻ ഇനിയും ഏറെ നേരമുണ്ട്. പുറത്തു ഭയങ്കര ഇരുട്ടാണ്. അടുത്തു വരൂ അഹല്യേ. നീ എത്ര സുന്ദരിയാണ്. കുറച്ചു സമയത്തിനു ശേഷം യഥാർത്ഥ ഗൗതമൻ മടങ്ങി വന്നു. അഹല്യേ, അഹല്യേ. ദൈവമേ, ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത്? അത് പരിഭ്രമിക്കേണ്ട അഹല്യേ. പറയൂ നാഥ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോ എൻ്റെ രൂപം ധരിച്ച് നമ്മെ ചതിക്കാൻ വന്നിരിക്കുകയാണ്. നാഥ, എനിക്കു ഭയമാവുന്നു. എന്തിന്? ഞാനില്ലേ ഇവിടെ? കപട ഗൗതമൻ വാതിൽ തുറന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അതുകേട്ടു ഗൗതമൻ ക്രുദ്ധനായി.
നീ ആരാണ്? പറയൂ. എന്നെ അറിയില്ലേ? ഭൂമിയെ വലം വെച്ചു ബ്രഹ്മപുത്രി അഹല്യയെ സ്വന്തമാക്കിയ ഗൗതമൻ. ഓഹോ, നീയാണോ ഗൗതമൻ? അതെ, ഇദ്ദേഹമാണെന്റെ ഭർത്താവ്. അഹല്യേ, നിനക്കു ഭ്രാന്താണ്. ഇവൻ ആരെന്നു ഞാൻ കണ്ടുപിടിക്കും. കപട ഗൗതമ, നീ ഭസ്മമാവട്ടെ. പെട്ടെന്ന് പക്ഷേ പൊടുന്നനെ തീയണഞ്ഞു. അപ്പോൾ ഹ ഹ ഹ, ഇന്ദ്രൻ സ്വന്തം രൂപമെടുത്തു. നാഥാ, എന്നോടു ക്ഷമിച്ചാലും. ക്രുദ്ധനായ ഗൗതമൻ ശപിച്ചു. ചതിയനായ ഇന്ദ്ര, നീ ആണും പെണ്ണുമല്ലാത്തവനായി തീരട്ടെ. അഹല്യേ, നീയൊരു ശിലയായി തീരട്ടെ. നാഥ, ഇന്ദ്രൻ എന്നെ ചതിച്ചതാണ്. ദയവുണ്ടായി എനിക്കു ശാപമോക്ഷം നൽകണം. ഗൗതമൻ കോപം ശമിച്ചപ്പോൾ, രാമമന്ത്രം ജപിച്ച് നീ ശിലയായി കഴിയുക. രാമൻ വന്നു നിനക്ക് ശാപമോക്ഷം നൽകും. അടുത്ത നിമിഷം അഹല്യ കല്ലായി മാറി. അഹല്യയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗൗതമനും തപസ്സിൽ മുഴുകി. രാമ 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 രാമ. കാലം കടന്നുപോയി. വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാർ അതുവഴി വന്നു. രാമ രാമ. ലക്ഷ്മണ, നീയിതു കേൾക്കുന്നില്ലേ? ആരോ അങ്ങയുടെ നാമം ഉരുവിടുന്നു. വിശ്വാമിത്രൻ രാമനോട് കഥകളെല്ലാം പറഞ്ഞു. രാമ, നിന്റെ പാദസ്പർശത്താൽ മാത്രമേ അവൾ ശാപമുക്തയാവുകയുള്ളൂ. ശ്രീരാമൻ മുന്നോട്ടു ചെന്നു. അഹല്യയ്ക്കു പഴയ രൂപം തിരികെ കിട്ടി. ദേവാ, പ്രണാമം. ഇനി ദുഃഖിക്കേണ്ട. ഭവതി ഗൗതമനോടൊപ്പം സുഖമായി ജീവിച്ചോളൂ. ജ്ഞാനദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഗൗതമൻ അവിടെയെത്തി. രാമ രാമ. അഹല്യ ഗൗതമ മുനിയെ നമസ്കരിച്ചു. നാഥ, ഗൗതമൻ ഭവതിയെ സ്വീകരിച്ചിരിക്കുന്നു. ലോകം ഭവതിയെ എന്നും സ്മരിക്കും. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. പിന്നീട് രാമന്റെ അനുഗ്രഹത്തോടെ അവർ സുഖമായി ജീവിച്ചു. ശാന്തനന്ദൻ എന്നൊരു പുത്രനും അഹല്യയെപ്പോലെ സുന്ദരിയായ ഒരു പുത്രിയും അവർക്കു ജനിച്ചു.